ഈ കഴിഞ്ഞ CSEB എക്സാമിനേഷനിൽ നന്നായിട്ട് പഠിച്ച് അല്ലെ ഏകദേശം എല്ലാ ടോപ്പിക്കും കവർ ചെയ്ത് നിൽക്കുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ തുടരും സീരീസ് പ്രയോജനപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇതേപോലെ തന്നെ കഴിഞ്ഞ പരീക്ഷയ്ക്ക് മുന്നേ അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ സജ്ജരാക്കാൻ വേണ്ടി എടുത്തൊരു ബാച്ച് ഉണ്ടായിരുന്നു, ആവേശം. അത് വളരെ ആവേശകരമായിട്ട് കംപ്ലീറ്റ് ചെയ്യുകയും അതിൻ്റെ വളരെ വലിയ റിസൾട്ടാണ് ഇപ്പോൾ ഈ വരുന്ന CSEB എക്സാമിനേഷൻ വരാൻ പോകുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു അവസരം തുടരും 2.0 എന്ന അവസരം ഓൾറെഡി ടോപ്പിക്ക് കവർ ചെയ്ത ആൾക്കാർക്ക് നല്ലൊരു പുഷ് ആവശ്യമാണ്, കൃത്യമായിട്ടുള്ള റിവിഷൻ സ്ട്രാറ്റജി ആവശ്യമാണ്. റിവൈസ് ചെയ്ത് ഉറപ്പിച്ചുകൊണ്ട് തന്നെ എക്സാമിനേഷൻസ് എഴുതി പ്രാക്ടീസ് ചെയ്ത് മുന്നോട്ട് വരാൻ വേണ്ടി നിങ്ങൾ ഈ വരുന്ന പരീക്ഷ വരെ ആത്മാർത്ഥമായിട്ട് സമർപ്പിക്കാൻ തയ്യാറായ ആൾക്കാർക്ക് മാത്രം ഉപകാരപ്പെടുന്ന ഒരു ബാച്ചാണ് നമ്മുടെ തുടരും 2.0. അപ്പോൾ ഈ തുടരും 2.0 അഡ്മിഷന് വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട ക്രൈറ്റീരിയ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം, ഇങ്ങനെ ഒരു ബാച്ച് വരുമ്പോഴത്തേക്ക് ഒന്ന് സ്കോളർഷിപ്പ് ഉണ്ടാവും അല്ലെ, സ്കോളർഷിപ്പ് ലൈക്ക് അതുപോലെയാണ് നമുക്ക് അതിൻ്റെ ഫീസ് സ്ട്രക്ചർ വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഒരു എൻട്രൻസ് എക്സാമിനേഷൻ, നമ്മൾ കഴിഞ്ഞ ലൈവിലൊക്കെ പറഞ്ഞ പോലെ എൻട്രൻസ് എക്സാമിനേഷൻ ഉണ്ട്. എൻട്രൻസ് എക്സാമിനേഷൻ ഡേറ്റ് വരുന്നത് ഈ വരുന്ന August 15-നാണ്. അപ്പോൾ August 15-ന് മുന്നോടിയായിട്ട് തന്നെ ആസ് ഏർലി ആസ് പോസിബിൾ നിങ്ങൾ എല്ലാവരും തുടരും 2.0 കഴിയുന്ന ആൾക്കാർ, അതായത് നമുക്ക് ഇതിന് കോൺഫിഡൻസ് ഉള്ള ആൾക്കാർ മാത്രം രജിസ്റ്റർ ചെയ്താൽ മതിയാവും. അതായത് നമുക്ക് അടുത്ത പരീക്ഷയിൽ ഞാൻ റിസൾട്ടാണ്, ഇപ്പോൾ എനിക്ക് 75 മാർക്ക് കിട്ടി, അടുത്ത 82, 83 85 എത്താൻ വേണ്ടിയിട്ട് എനിക്കൊരു പുഷ് ആവശ്യമാണ്. അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമാണ് തുടരും 2.0 വരുന്നത്. സോ തുടരും 2.0 എക്സാമിനേഷനിൽ എൻട്രൻസ് എക്സാമിനേഷൻ പങ്കെടുക്കാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറിലേക്ക് നിങ്ങളുടെ പേരും ജില്ലയും അതുപോലെ തുടരും 2.0 എന്നും കൂടെ വാട്സാപ്പ് ചെയ്യുക, ഗ്രൂപ്പിൽ അംഗമാവുക. നമുക്ക് ഒരു എക്സാമിനേഷനോട് കൂടി അടുത്ത എക്സാമിനേഷനെ കൃത്യമായി ക്രാക്ക് ചെയ്ത് മുന്നോട്ട് പോകാം.